ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഇതാ ഞങ്ങൾ എണീക്കാൻ നോക്കുന്നതേ ഉള്ളൂ കേട്ടോ. സമയം വന്നിട്ട് 6:30 ആയിട്ടുള്ളൂ. ഇന്ന് ചിഞ്ചുറിന് 8 മണിക്ക് കുൻഫു ക്ലാസ് ഉണ്ട്. അപ്പോൾ 8 മണിക്ക് പോയി 10 മണിയാകുമ്പോഴത്തേ അവൾ തിരിച്ചെത്തും. ഞാൻ വെച്ച് രാവിലെ കഴിക്കാൻ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കേട്ടോ. ഏട്ടനില്ലാത്തത് കൊണ്ട് ഇന്നലെ എൻ്റെ പുത്രൻ ഞങ്ങൾ ഉറക്കുമ്പോൾ 2:15 ആയിട്ടോ. അവൻ എല്ലായിടത്തേക്കും നോക്കി അച്ഛാ 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 എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അവനെ അങ്ങനെ വിളിക്കുന്ന കാണുമ്പോൾ എനിക്കും സങ്കടം കേട്ടോ. പിന്നെ അവനങ്ങ് ഉറങ്ങിപ്പോയി. ആ ഉറക്കം അവൻ ഇപ്പോഴാണ് കേട്ടോ എണീക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇതായി എണീറ്റു. അവൻ എണീറ്റ് കഴിഞ്ഞാൽ ഒരു പരിപാടി എന്താ പറയുക, ചിഞ്ചുരുനെ വിളിച്ചെണീപ്പിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ മുഖവും മാന്തി, കണ്ണ് മാന്തി, മൂക്കൊക്കെ ഞുള്ളിപ്പറിച്ച്, ചെവിയൊക്കെ ഇങ്ങനെ പിടിച്ച് വലിച്ച്, മുടിയൊക്കെ പിടിച്ച് വലിച്ച് അവളെ ഇങ്ങനെ ക്രൂരമായിട്ട് എണീപ്പിക്കും. അത് അവൻ്റെ ഒരു ഹോബി ആട്ടോ. നല്ല രസമാണ് അത് കാണാൻ വേണ്ടി. പിന്നെയുള്ള ഒരു യുദ്ധം, ഇവിടെ മുതൽ എൻ്റെ യുദ്ധം തുടങ്ങിയാൽ രാത്രി പിന്നെ കിടക്കുന്നവരെ എനിക്ക് ഈ ഒരു കയ്യിൽ നിന്ന് ആൾ താഴത്തിറങ്ങിയല്ല. ഈ ബ്രഷ് തന്നെ അവന് വേണം. അവനൊരു ചെറിയ ബ്രഷ് ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് പറ്റില്ല, എൻ്റെ ബ്രഷ് തന്നെ അവന് വേണം. അങ്ങനെ ഒരുവിധം യുദ്ധമൊക്കെ കൂടിയിട്ടാണ് കേട്ടോ ഞാൻ പല്ല് തേക്കുമ്പോൾ അവൻ താഴത്തിരിക്കുകയില്ല. എൻ്റെ പാൻറ്റുമ്പോൾ വലിഞ്ഞ് കയറി ഇങ്ങനെ നീറ്റ് നിൽക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ പല്ല് തേക്കൊക്കെ കഴിഞ്ഞപ്പം അവൻ ചിഞ്ചൊരു പല്ല് തേക്കുന്നിടത്തേക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ തമ്മിലായിരിക്കും യുദ്ധം. എൻ്റെ കണ്ണിൽ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഡ്രൈനസ് ഫീൽ ചെയ്തപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കണ്ണിൻ്റെ ഉള്ളിൽ വെള്ളം വറ്റിപ്പോവാന്ന്. ചോര പറ്റിപ്പോവാന്നൊക്കെ പറയുന്ന പോലെ ആണോ എന്നറിയില്ല. ഏതായാലും എനിക്ക് ഒരു ഡ്രോപ്സ് തന്നിട്ടുണ്ട്, ദിവസം 4 തവണ കണ്ണിൽ ഉറ്റിക്കാൻ വേണ്ടി. സത്യം പറഞ്ഞാൽ അത് ഉറ്റിക്കുമ്പം കണ്ണിൻ്റെ ഒരു ഫ്രഷ്നെസ് ആട്ടോ, നല്ലൊരു കൂളിംഗ് ഒക്കെ ആയിട്ട്. അല്ലേ, ചിഞ്ചുരു എന്തെടുക്കുന്നുള്ളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് കേട്ടോ. CIDൻ്റെ മര്യാദ ഇങ്ങനെ പുറകെ പോയിക്കൊണ്ടിരിക്കും. അതൊരു കാന്തം പോലെയാണ് തോന്നുന്നത്. അവൾ എവിടെ പോകുന്നോ അവർ പുറകെ പോകും. അവളെ ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലും അവൻ സമ്മതിക്കുകയില്ല. അപ്പോൾ പോയി ബാത്റൂമിൻ്റെ ഡോറിന് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും. അവരെന്തെങ്കിലും കളിച്ചുകൊണ്ടിരിക്കട്ടെ, നമുക്ക് വേഗം അവർക്ക് കഴിക്കാനുള്ള ഫുഡും അവനുള്ളതും ഉണ്ടാക്കാം, എന്നിട്ട് ബാക്കി നമ്മളത് നോക്കാം. ഞാൻ എണീറ്റ പാടെ വെള്ളം കുടിക്കണം എന്നൊക്കെ വിചാരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ വൊമിറ്റ് ചെയ്യാൻ വരാം കേട്ടോ. അതുകൊണ്ട് തന്നെ പതിപോലെ കാപ്പിയോ ചായ ഇട്ട് കുടിക്കും. കുറേ ശീലങ്ങളൊക്കെ മാറ്റി വരണം. 30ലേക്ക് കടന്നു. എൻ്റെ ഈശ്വരാ, ഇപ്പം തന്നെ നടുവൊന്നും വളയാതെ ആയിട്ടുണ്ട്. അങ്ങനെ ചിഞ്ചുരും കുഞ്ഞപ്പനും ഉള്ള യുദ്ധമൊക്കെ കഴിഞ്ഞ് രണ്ടാളും ഇതാ തിരിച്ച് അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞപ്പന് ഞാൻ റവ അരച്ചിട്ട് ക്യാരറ്റ് അരച്ചിട്ട് റവയിൽ അങ്കരയാക്കി കൊടുക്കൂലേ, അതുപോലെ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് മിക്സീൻ്റെ ചാറിലിട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ കൂട്ടിയിട്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിലൊരു 3 ഡേറ്റ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവൾക്ക് ബുൾസൈ അടിച്ചു കൊടുക്കാം. ബുൾസൈയും ഉണ്ട്, റോബസ്റ്റ് പഴമുണ്ട്, ഒരു ഗ്ലാസ് പാലും കാച്ചി കൊടുക്കും. ഞങ്ങൾ ചായക്ക് തളിച്ചു. അതിൽ ഞാൻ പാലൊക്കെ ഒഴിച്ചു. പാല് പിന്നെ അവനെയും കൊണ്ട് ഫ്രിഡ്ജ് തുറന്നാൽ പിന്നെ അവൻ ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ വിടൂല കേട്ടോ അടയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ഡോറുമേൽ അങ്ങ് തൂങ്ങിക്കിടക്കും. പിന്നെ അത് അടയ്ക്കാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ അവന് അങ്ങോട്ടും മാറിയിട്ട് വേണം പാൽ എനിക്കെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ആദ്യമൊക്കെ ഞാനല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവനെ താഴത്ത് വെച്ചാലും ഇരിക്കുമായിരുന്നു, മുട്ടയിലിട്ട് കഴിഞ്ഞിങ്ങനെ നമ്മളെ പിടിച്ച് നിൽക്കും. ഇപ്പം അങ്ങനെയല്ല, എവിടെ വെച്ചാലും ഓടി വന്ന് എൻ്റെ പാൻറ്റുമ്മലോ അല്ലെ കാലുമ്മലോ പിടിച്ചിങ്ങനെ അള്ളി പിടിച്ച് നീക്കും. ആ ഒരു നീക്കൽ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. അതുപോലെ ഇപ്പം മുട്ടയൊന്നും പൊട്ടിച്ചൊഴിക്കാൻ 2 കൈയൊന്നും വേണ്ട, ഒരു കൈ തന്നെ ധാരാളമായിട്ടുണ്ട്. ആദ്യമൊക്കെ അങ്ങനെ ഒഴിക്കുമ്പം മുട്ടൻ്റെ തോട് അതിൽ വിൽക്കുമായിരുന്നു, അതിൻ്റെ ഉണ്ണി പൊട്ടി പോകുമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമല്ല, ഭയങ്കരമായിട്ട് എക്സ്പേർട്ടായിപ്പോയി. ഓരോ കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കില്ല, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് ഇങ്ങനെ പഠിച്ചു വരികയായിരിക്കും. അങ്ങനെ അവൾക്കുള്ളതും കൂടെ ഞങ്ങൾ ഓംപ്ലേറ്റ് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതാ ഒരു ചെറിയ പാത്രവും അതിനൊരു മൂടിയും കൊടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അത് കുറച്ച് നേരം അങ്ങനെ മൂടി കളിക്കും. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചിഞ്ചുറിന് കൊടുക്കാനുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ചെറിയ റോബസ്റ്റാണ് അവൾക്ക് ഇഷ്ടം കേട്ടോ. റോബസ്റ്റ് മോനും റോബസ്റ്റ് തന്നെ ഇഷ്ടം, ഏത്തപ്പഴത്തിനെക്കാട്ടിലും ഇഷ്ടം. പിന്നെ ഈ റോബസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഒരു പുള്ളിയോ ഒരു കറുപ്പോ അങ്ങനെയുള്ള ഒന്നും വരാൻ പാടില്ല, നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം. നമ്മൾ പഴമൊക്കെ കറുത്ത് കഴിഞ്ഞാൽ അവളത് കഴിക്കുകയില്ല. അങ്ങനെ അവൾക്കുള്ളത് എടുത്ത് അവിടെ മാറ്റി വെച്ചു കേട്ടോ. ഇനി നമുക്ക് കുഞ്ഞപ്പനുള്ള എടുക്കാം. ഈ ഒരു പാനില്ലേ സ്റ്റെയിൻലെസ്സിൻ്റെ, അത് ഞാൻ ഫ്ലിപ്കാർട്ട് വാങ്ങിയ കേട്ടോ. സംഭവം അടിപൊളിയാണ് കേട്ടോ. കുറച്ച് റേറ്റ് ഉണ്ടെങ്കിലും നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാനുകളൊക്കെ ഒന്ന് ഒഴിവാക്കി വരാം എന്നുള്ള ഒരു ഇതിലും വാങ്ങിയതാട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അടി പിടിക്കുന്നതോ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് റവ ഇട്ട് കൊടുത്ത് അത് നല്ലപോലെ റോസ്റ്റായി വന്നപ്പോൾ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള പിന്നെ ക്യാരറ്റിൻ്റെ ജ്യൂസില്ലേ അത് ഇതിലേക്ക് വെച്ച് കൊടുക്കും. ആ ചെറിയ കഷ്ണങ്ങളൊക്കെ അവന് ഭക്ഷണം കൊടുക്കുമ്പം ഞാനെടുത്ത് വായിലിടും കേട്ടോ. അതാരും പേടിക്കേണ്ട. എന്നിട്ട് നല്ലപോലെ വേവിച്ച്, അതായത് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കണം. റവയും ഈ ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് ഡേറ്റ്സിൻ്റെ ആ ഒരു മധുരം കൂടി ഉണ്ടാകുമ്പോൾ നമ്മൾ മധുരം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുകയും വേണ്ട കേട്ടോ. ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട, ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവും. നല്ല രസമാണ് ആ നെയ്യിൻ്റെ ഒരു ചുവയൊക്കെ വരുമ്പോൾ കേട്ടോ.
അതാക്കുമ്പോഴത്തേക്കും ആളതാ പിന്നെയൊക്കെ കയറി അവനെ എടുത്തെടുത്ത് എൻ്റെ ഈ ഒരു കൈയിൻ്റെ, അതായത് ഇടത് കൈയിൻ്റെ ഷോൾഡർ ഇല്ല, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇങ്ങനെ പൊട്ടിപ്പോകുന്ന വേദന കേട്ടോ. ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്വാഭാവികമായിട്ട് ഉണ്ടാവും, എപ്പോഴും എടുക്കുന്നതല്ലേ, കൈമാറാനൊന്നും ആരില്ലല്ലോ, ഏട്ടൻ പണിക്ക് പോയിന് ഏട്ടൻ വരുന്നവരല്ലോ. ഇപ്പം ആണെങ്കിൽ അവനില്ലേ പെരുപ്പ് വെക്കുന്നതിനനുസരിച്ച് ഏട്ടൻ്റെ അടുത്തും പോവില്ല, അവൻ അച്ഛനെ കാണണം, പക്ഷേ എൻ്റെ കൈമേലിങ്ങനെ ഒട്ടി ഒട്ടി നിൽക്കും. ഒന്ന് ബാത്റൂമിൽ പോകാനോ ഒന്നിനും ഇങ്ങനെ കഴിയില്ല. ഒരു എന്താ പറയുക, രസമാണ് കുട്ടികൾ, അതങ്ങനെയല്ല കേട്ടോ പറയുന്നത്. പക്ഷെ നമുക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ദാറ്റ്സ് ഓൾ. അങ്ങനെ അവൾ പാലുമുട്ടയൊക്കെ കഴിച്ചതാ പോയിട്ടോ. ഇനി അവനുള്ള ഫുഡ് നമുക്ക് കൊടുക്കാം. ഫുഡ് കൊടുക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമൊന്നും അല്ല. ചിലപ്പം അവൻ അടങ്ങിയിരുന്നങ്ങ് കഴിക്കും, ചിലപ്പോൾ അവൻ വാശി പിടിക്കുകയും ചെയ്യും കേട്ടോ. ഇപ്പം എന്താണെന്നറിയില്ല, കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴും ഇടയുന്നുള്ളത് പഠിച്ചോണൊരാൾക്കേ അറിയുള്ളൂ. അങ്ങനെ അവർ കഥയും പറഞ്ഞു കൊടുക്കും. ഞാൻ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതിലിടെ ഞാനും കഴിച്ചു നോക്കും. അതെനിക്ക് എന്താണെന്നറിയില്ല, അവൻ എന്ത് കൊടുക്കാനാലും ഇടയ്ക്കൊന്ന് കഴിച്ചു നോക്കിയാലും സമാധാനം കിട്ടുള്ളൂ. ഇത് ഞങ്ങൾ കഴിച്ച ഭാഗങ്ങളാട്ടോ. അങ്ങനെയുണ്ട്. ഇനി നമുക്കിവനെ എണ്ണയൊക്കെ തേച്ച് കുറച്ച് നേരം ഇടാം. ഇപ്പം കുറച്ച് അത്യാവശ്യം ആയില്ലേ, ഇനിയിപ്പം വലിയ കഫ്കെട്ട് കാര്യങ്ങളൊന്നും നിലവിൽ ഇപ്പം ഇല്ല. അതുകൊണ്ട് ഞാൻ അവനെ എണ്ണ എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്താട്ടോ. അവനത് നേരെ എടുത്ത് വായിലേക്ക് കൊണ്ട്, എന്ത് കിട്ടിയാലും വായിലേക്കാണ്. അങ്ങനെ ഞാൻ അവൻ്റെ കയ്യിൽ കുറച്ചാക്കി കൊടുത്തിട്ട് അവൻ്റെ കാലുമലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് അവൻ്റെ കൈയിനോട് തന്നെ അവന് ഭയങ്കര ഇഷ്ടമായി. അതിനുശേഷം പിന്നെ ഞാൻ മേലൊക്കെ നല്ലോണം തേച്ചു, തലയിൽ വെളിച്ചെണ്ണയൊക്കെ തേച്ചു കേട്ടോ. ഇനി കുളിപ്പിക്കാൻ പോകാന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ചൂടുവെള്ളം ഉപയോഗിക്കാറില്ല കേട്ടോ, ഫുൾ പച്ചവെള്ളത്തിലാണ് കുളിപ്പിക്കാറ്, തലയും മേലും ഒക്കെ. ഇപ്പം ചൂടല്ലേ, അങ്ങനെ വെള്ളത്തിന് നല്ല തണുപ്പൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിക്കും പച്ചവെള്ളത്തിൽ കുളിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ആയിട്ട് വരട്ടെ. 11 മാസമായില്ലേ, ഇവന് എല്ലാ കാര്യങ്ങളും ഇനിയിപ്പം നടന്നൊക്കെ തുടങ്ങി കഴിയുമ്പോഴും അവർ എന്താ പറയുക, എല്ലാം ആയിട്ട് അഡ്ജസ്റ്റ് ആയി. മഴ പാറ്റിൽ കൊള്ളും, തണുത്ത വെള്ളത്തിൽ കളിക്കും, അപ്പോൾ പെട്ടെന്ന് പനിയൊക്കെ വരാൻ കാരണമാവില്ലേ. അപ്പം ഞാനിപ്പം കുറച്ചായിട്ട് ഞാൻ പച്ചവെള്ളത്തിൽ തന്നെ ആയിട്ടാണ് കുളിപ്പിക്കുന്നത്, കുറച്ച് ദിവസമായിട്ട്. അതിനുശേഷം പിന്നെ കുളിയൊക്കെ കഴിഞ്ഞതാ ആളെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എൻ്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആണ്. എന്തെങ്കിലും അപ്ലൈ ചെയ്തില്ലെങ്കിൽ, എന്തെങ്കിലും അല്ല, അത്യാവശ്യം നല്ല മോയ്സ്ചറൈസർ തന്നെ അവൻ്റെ സ്കിന്നിന് അത്യാവശ്യമാണ് കേട്ടോ. pH ബാലൻസിൽ ഇങ്ങനെ ലെവൽ ചെയ്ത് പോകണം, അല്ലെങ്കിൽ അവൻ്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. ഇനി നമുക്ക് അവനെ ഉറക്കാനുള്ള പരിപാടിയാക്കാം. അപ്പോൾ വയറ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇനി ഫീഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഞാൻ അത് വങ്കറി കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾക്ക് ഇത് പതിവാണ്, ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുറ്റത്തൂടെ നടന്ന് കഥകളൊക്കെ പറഞ്ഞ് കാക്കേനെയും പൂച്ചേനെയൊക്കെ കണ്ട് അങ്ങനെ നടക്കും. അങ്ങനെ ആകുമ്പോൾ അവർക്ക് കുറച്ചും കൂടി എന്താണെന്ന് പറയുക, ക്ലൈമറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആവും, വെയിലായാലും എല്ലാം. അതിനുശേഷം ഞാൻ നോക്കുമ്പോൾ ഞാൻ എന്താ മുരിങ്ങേൻ്റെ മരത്തുമ്മലേ നല്ല തളിരലുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചെറിയൊരു തല, ഈ ഒരൊറ്റൊന്ന് അത് അവന് ചോറിന് കൊടുക്കാൻ വേണ്ടി അതങ്ങ് പൊട്ടിച്ചകത്തേക്ക് വെച്ചു കേട്ടോ. ഞാൻ ഇലക്കറികളൊക്കെ അവന് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൊടുക്കുമ്പോൾ ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞങ്ങോട്ട് കൊടുക്കല്ല, എല്ലാവരും കൊടുത്ത് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം കൊടുത്താൽ മതി. കുറച്ച് ഈച്ചയെ കൊടുക്കാവുള്ളൂ. ആദ്യം ഞാൻ മുരിങ്ങേൻ്റെ 3 വട്ടത്തിലുള്ള 3 ഇല ആണ് ആദ്യം ഞാൻ കൊടുത്തു തുടങ്ങി കേട്ടോ. അവിടെ നിന്നാണ് ഞാൻ പിന്നെ ഇങ്ങനെ കൊടുത്തു തുടങ്ങി. അതിന് ശേഷം അവന് നല്ല ഉറക്കമായിട്ടോ. ഇനി അവന് ഒരു അരമണിക്കൂർ കൂടിപ്പോയാൽ അത്രയും, അതിൽ കൂടുതലൊന്നും ഉറങ്ങില്ല കേട്ടോ. അങ്ങനെ അവനെ ഉറക്കി. ഇനി എനിക്ക് എന്തെങ്കിലും കഴിക്കണം. അപ്പം ബൈ ബൈ, ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ.